ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇനി ഫ്രണ്ട് എന്താ പാട് നോക്കിയോട്ടെ. ഫ്രണ്ടും കൊള്ളാം. ഹേയ് ഗായ്സ്, വെഹിക്കിൾ ഹണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം കാണുന്നത് ഫിയറ്റിൻ്റെ പഴയ മോഡൽ ഒരു പാണ്ടയാണ്. പിന്നെ മെഴ്സിഡീസിൻ്റെ A180, പിന്നെ ഒരു നിസാൻ നോട്ട് ആണ് ആ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഫോർഡിൻ്റെ ഒരു വാൻ കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സെറ്റിലായിട്ട് ഒരു എക്സ്ട്രയൽ, നിസാൻ എക്സ്ട്രയലാണ് കിടക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബ്ലൂ കളർ ഫോർഡ് കെ കിടക്കുന്നുണ്ട്. ഒരു റെഡ് സ്വിഫ്റ്റ് പോയി, ഇതൊരു ജീപ്പ് റെനഗാഡ്, പിന്നെ സിട്രോൻ്റെ സീറ്റ്, പിന്നെ ഒരു കോഴ്സ പോയി, ഫോക്സോൾ കോഴ്സ, പിന്നെ Audi A4 കൺവേർട്ടബിൾ ആണ് ആ പോയത്. അതിൻ്റെ പിന്നാലെ BMW iX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. പഴയ മോഡൽ ഒരു സ്വിഫ്റ്റാണ് ആ പോയത്. ഒരു A6X സ്റ്റേറ്റ് മോഡലാണ് പോകുന്നത്. പിന്നെ മുന്നിലേക്ക് നടക്കുമ്പോൾ ഇതാ ഒരു വെള്ള നിറത്തിൽ ഫോക്സോൾ മോക്ക X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ SUV ടൈപ്പ് മോഡലാണ്. ചെറുതല്ല, നമ്മുടെ ഒരു നെക്സോണിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പമുണ്ട്. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ പാർക്കിംഗ് ആണ്, അതിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ പാർക്കിംഗ് ആണ് അത്. ഒരു ഫിയസ്റ്റ, ഒരു ഗോൾഫ്, പിന്നെ ഫിയറ്റിൻ്റെ ഒരു മോഡലും കിടക്കട്ടെ. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, അറിയണവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ പോകുന്ന സുസുക്കി ഓൾട്ടോ, നമ്മുടെ നാട്ടിൽ A-Star എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന മോഡലാണ് ഇവിടെ സുസുക്കി ഓൾട്ടോ. രണ്ട് പുതിയ മോഡൽ ടൊയോട്ട യാരിസുകൾ എടുക്കുന്നത്. ഫ്രണ്ടിൽ പഴയ മോഡൽ ഒരു യാരിസും കിടക്കുന്നുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഇവിടെയൊക്കെ തിരക്ക് കുറവാണല്ലോ. ഇവിടെ നിന്ന് ഇവിടെ ലെക്സസിൻ്റെ നല്ലൊരു അടിപൊളി കളറ് എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി കളറാണ് ഈ കാറിന്. യൂറോ കപ്പ് കളിയൊന്നും ഇല്ലാത്ത കാരണം തോന്നുന്നുണ്ട് ആൾക്കാർ വലിയ തിരക്ക് കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട് 3 ഡോർ, പിന്നെ വെർണ, പിന്നെ CHR. ഇവിടെ റോഡിൽ ഒരു പൂച്ച കൊടുക്കുന്നു. പിന്നെ ഇതാ നേരെ മുന്നിലായിട്ട് റെനോ ക്യാപ്ചർ എടുക്കുന്നുണ്ട്. ഇത് സ്ഥിരം ഇവിടെ എടുക്കുന്ന ഒരു വണ്ടിയാണല്ലോ, കാർ ക്ലബിൻ്റെ. പിന്നെ ഇത് നമ്മുടെ കിഡിൻ്റെ ഫൈബറിൻ്റെ ഒക്കെ ഒരു കട്ടുണ്ട്. കസാർ എന്ന് പറഞ്ഞ മോഡലാണ്. അതന്നെ. പിന്നെ ടൊയോട്ടയുടെ ഒരു പ്രിയസ് എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ ഫോക്സ് വാഗൻ്റെ ശരൺ എന്ന് പറഞ്ഞൊരു വാനാണ് പോയത്. ഒരു പോർഷെ SUV വരുന്നുണ്ട്.
ലുക്കാണ്. പുതിയ മോഡൽ ഔഡി TT. എടുക്കണ ഫോർഡ് എക്കോസ്പോർട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഫോർഡിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിലുണ്ടായ മോഡലാണ് തോന്നുന്നു, അറിയില്ല. അത്യാവശ്യം സക്സസ് ആയിരുന്നൊരു മോഡലാണ് എക്കോസ്പോർട്ട്. അത് ആണ് ആ കിടന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ നാട്ടിലുണ്ടായത് അതേപോലെ തന്നെ. പിന്നെ റേഞ്ച് റോവർ ഒരെണ്ണം പോയിട്ടുണ്ടല്ലോ. BMW ഒക്കെ എടുക്കുന്നുണ്ട്. ഫോക്സിൻ്റെ പഴയ മോഡലിൽ പോളോ തോന്നുന്നുണ്ട് ബാക്കിൽ. പഴയ മോഡൽ പോളോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ. പോളോ അല്ലേ, ഗോൾഫ് ആണെങ്കിൽ സോറി ഗൈസ്, ഗോൾഫായിരുന്നു അത്. ഇവിടെ ഹാച്ച് ബാക്കുകളുടെ ഒരു നിര തന്നെ എടുക്കുന്നുണ്ടല്ലോ. റെനോ, ക്ലിയോ, പിന്നെ ഫോക്സ് വാഗൻ്റെ ഏതോ ഒരു മോഡൽ, പിന്നെ അതാ ഫീസ്റ്റർ, പിന്നെ BMW ൻ്റെ ഒരു ഇലക്ട്രിക് എടുക്കുന്നുണ്ട്, നല്ല മഞ്ഞ വണ്ടി. പിന്നൊരു ഫോക്കസ് കൊടുക്കുന്നു, ഫോർഡ് ഫോക്കസ്. ഇവിടെ 6:30 എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വാങ്ങുന്നുണ്ട്. മഴക്കാറുണ്ട്, 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചം കുറവുണ്ട്. ഇവിടെ നല്ല പച്ച കളറിലുള്ളൊരു ഉണ്ടാക്കാന കിടക്കുന്നു. ഒരു മഞ്ഞ കളറിലുള്ള മിനി കൂപ്പർ പോകുന്നു, നല്ല മാങ്ങ കളർ. തരുത് കൊള്ളക്കാര. പിന്നെതാ ടൊയോട്ടയുടെ യാരിസ്, ഔഡി A3. അവിടെ നിന്നൊരു സാധനം പോകണ്ടല്ലോ. അങ്ങനെ വിക്സിൻ്റെ പാർക്കിങ്ങിലെത്തിയിരിക്കുന്നു. ഫോർഡിൻ്റെ ഒരു മോഡൽ എടുക്കുന്നുണ്ട്, പേരറിയില്ല. പിന്നെ പോളോ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടതാ ഒരു നീല കളർ DS-ൻ്റെ ഒരു മോഡൽ എടുക്കുന്നുണ്ട്. DS7 ആണ് എഴുതിയിരിക്കുന്നത്. ക്രോസ് ബാക്കാണ്. ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ട് എന്താ പാട് നോക്കിയുന്നുണ്ട്. ഫ്രണ്ടും കൊള്ളാം. ആ പോയി കോസ സീഗളുകൾ കരയുന്നു. അവിടെ ടൊയോട്ടയുടെ ഒരു മോഡൽ വരുന്നുണ്ടല്ലോ, GTR ഉണ്ട്. ഒരു കൊറോള പോയി. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.